കാടിറങ്ങുന്ന ക്രൂരതകൾ. ആനക്കലി ജീവനൊടുത്ത വയനാട് പടമല ചാലിഗ്ദ പനച്ചിയിൽ അജീഷ് നാടിന്റെ നോവോർമ്മയാകുമ്പോഴും കാടിറങ്ങുന്ന വന്യതയ്ക്ക് പരിഹാരമാകാതെ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ് സർക്കാരും വനം വകുപ്പും. ഫെബ്രുവരി 10 ശനിയാഴ്ച രാവിലെ അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് വെച്ച് ബേലൂർ മക്നെ എന്ന മോഴയാനയാണ് അജിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കർണാടക വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ച് റേഡിയോ കോളർ പിടിപ്പിച്ച ആനയാണ് പാവപ്പെട്ട കർഷക കുടുംബത്തിന്റെ ജീവനും ജീവിതവും എന്നേക്കുമായി ഇല്ലാതാക്കിയത്. ശനിയാഴ്ച അതിരാവിലെ മുതൽ സമീപ പ്രദേശത്ത് തമ്പടിച്ച ആനയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് യഥാസമയം നാട്ടുകാരെ അറിയിക്കാതിരുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ജനരോക്ഷം മൃതദേഹവുമായി റോഡ് ഉപരോധിക്കുവോളം തീവ്രമായി. എന്നാൽ കൊലയാളി ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ നൽകാൻ കർണാടക വനം വകുപ്പ് തയ്യാറാകാതിരുന്നതിനാലാണ് മുന്നറിയിപ്പ് വൈകിയതെന്നാണ് കേരളം വനം വകുപ്പിന്റെ നിലപാട്. പരസ്പരം പഴിചാരി പരിഹാസ്യരാകുന്ന സർക്കാരുകളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പതിറ്റാണ്ടുകളായി തുടരുന്ന വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളി മാത്രമല്ല, കർഷകരോടുള്ള അതിക്രൂരമായ അവഗണനയുടെ നേർസാക്ഷ്യം കൂടിയാണ്. പടമലയിൽ ഇപ്പോൾ കടുവയും ഇറങ്ങിയെന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം. 4.5 പതിറ്റാണ്ടിനിടയിൽ വയനാട്ടിൽ മാത്രം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 100-ലധികം പേരാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രം കാട്ടാന ചവിട്ടിത്തേച്ച ജീവിതങ്ങൾ 42. 8 വർഷത്തിനിടയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 909 പേരിൽ 706 പേരുടെ ആശ്രിതർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം കിട്ടിയെന്നറിയുമ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ നിരുത്തരവാദിത്വപരമായ നിലപാട് എത്രയോ നിർദ്ദയമാണ്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ വയനാട്ടിലെ വാഗേരി കൂടല്ലൂരിലെ യുവ കർഷകനെ നരഭോജിക്കടുവ കൊന്ന വാർത്തയുടെ നടുക്കം തീരും മുമ്പാണ് വയനാട്ടിൽ നിന്നും തന്നെയുള്ള ഈ ദുരന്തവും. മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായി തുടരുമ്പോഴും അതില്ലാതാക്കാനോ അതിനിരയാകുന്നവർക്ക് ഫലപ്രദമായ വിധം നഷ്ടപരിഹാരം നൽകാനോ വേണ്ടത്ര ധനം അനുവദിക്കാത്ത സർക്കാർ നിലപാടിന്റെ നിർദ്ദയത്വം ഇത്തവണത്തെ ബഡ്ജറ്റിലുമുണ്ടായി. കഴിഞ്ഞ വർഷത്തേക്കാൾ വിഹിതം കുറച്ചാണ് സർക്കാർ തങ്ങളുടെ കർഷക വിരുദ്ധതയെ ആഘോഷിച്ചത്. ആനയെ കൂടാതെ കടുവയും കരടിയും പന്നിയും കാട്ടുപോത്തും പെറ്റുപെരുകി കാടിറങ്ങുമ്പോൾ സാധാരണ ജീവിതം പോലും അസാധ്യമാകും വിധം നാട് മുഴുവൻ നിശ്ചലമാവുകയാണ്. വന്യജീവി ശല്യം മൂലം വീടും കൃഷിയും ഉപേക്ഷിച്ച് വഴിയാധാരമാകുന്ന കർഷകരുടെ കണ്ണീർ വാർത്ത പോലുമാകാത്ത സാഹചര്യം സങ്കടകരമാണ്. പുറത്തിറങ്ങാൻ പേടിച്ച് പാതി വഴിയിൽ പഠനം നിർത്തുന്ന വിദ്യാർത്ഥികൾ പോലും ഉണ്ടെന്നറിയുമ്പോഴാണ് കാടിറങ്ങുന്ന ക്രൂരത എത്രയോ ഭയാനകമാണെന്ന് നാം തിരിച്ചറിയുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനിടയിൽ ചെരിഞ്ഞ തണ്ണീർ കൊമ്പന് വേണ്ടി കണ്ണീർ പൊഴിച്ച കപട പരിസ്ഥിതി മൃഗസ്നേഹികൾ അകാലത്തിൽ അനാഥമായ അജിയുടെ കുടുംബത്തിന്റെ ആകുലതയെ അറിയുമോ? നഗരവാസികൾക്ക് ഒരിക്കലും മനസ്സിലാകാത്ത മരണകരമായ മരവിപ്പിലൂടെ നിരന്തരം കടന്നുപോകുന്ന കർഷക ദുരിതങ്ങളെ ഇനിയെങ്കിലും ദയവായി അപമാനിക്കാതിരിക്കുക. വന്യമൃഗങ്ങൾക്ക് മാത്രം അതീവ സുരക്ഷയൊരുക്കുന്ന കാലഹരണപ്പെട്ട കരിനിയമങ്ങളെ ജനോപകരമാം വിധം പരിഷ്കരിക്കാൻ ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും ഇപ്പോഴത്തെ പ്രതിഷേധ ബഹളങ്ങൾക്ക് ശേഷം തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. വന്യജീവികൾ വീടിന്റെ വേലി പൊളിച്ചെത്തുമ്പോൾ നിസ്സഹായരായി ചതഞ്ഞുതീരുന്ന ഇത്തരം കർഷക ദുരിതങ്ങളെ ഇക്കുറിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമോ? സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതെങ്കിൽ അതിനുള്ള കാരണം പരിശോധിക്കാതെയും പരിഹരിക്കാതെയും അവയെ തിരികെ കാട് കയറ്റുന്നതിന്റെ യുക്തി എന്താണ്? വന്യമൃഗങ്ങൾക്ക് ആവശ്യമായതില്ലാതെയാണ് നാം കാട് വലുതാക്കിയത് എന്ന ആരോപണം സത്യമാണെന്ന് അവിടെയുള്ള അപരിചിത സസ്യങ്ങളുടെ ആധിക്യം വിളിച്ചു പറയുന്നുണ്ട്. തേക്കും യൂക്കാലിപ്റ്റസും സ്വാഭാവിക വനമല്ലെന്നറിയണം. ഇതിനിടയിൽ നിരാലംബമായ അജിയുടെ കുടുംബത്തിന് 10 ലക്ഷം നൽകി കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിച്ച മാനന്തവാടി രൂപതാ നേതൃത്വം അഭിനന്ദനം അർഹിക്കുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസത്തെക്കുറിച്ച് മാത്രം ആകുലപ്പെടുന്ന വനം വകുപ്പ് മന്ത്രിയും വന്യജീവി പ്രശ്നത്തിൽ ഫലപ്രദമായി ഇടപെടാത്ത സംസ്ഥാന സർക്കാരും വനനിയമങ്ങളെ കാലോചിതമായി പരിഷ്കരിക്കാത്ത കേന്ദ്ര സർക്കാരും കർഷക വിരുദ്ധർ മാത്രമല്ല ജനവിരുദ്ധരുമാണ്. അതിക്രമങ്ങൾ അധികവും കർണാടക കേരള വനാതിർത്തിയിലാകയാൽ ഇരു സർക്കാരുകളുടെയും സംയോജിത പ്രതിരോധ പദ്ധതി പ്രാവർത്തികമാക്കിയാൽ പ്രശ്നത്തിൽ സമയോചിതമായി ഇടപെടാനാകും. വനം സംരക്ഷിക്കാൻ വേണ്ടി കർഷകരെ ശത്രുക്കളാക്കുന്ന സമീപനം വനം വകുപ്പ് അടിയന്തരമായി ഉപേക്ഷിക്കണം. എൻ്റെ പപ്പയുടെ ഗതി ഇനി ആർക്കും വരരുത്. എന്നെപ്പോലെ ഇനിയൊരു കുട്ടിയും കരയരുത്.
അജിയുടെ മകൾ ഇങ്ങനെ ആർത്തലച്ച് ആവർത്തിക്കുമ്പോൾ അതൊരു അപേക്ഷയായല്ല, കർമ്മപരിപാടിയായി തന്നെ അധികാരികൾ ആവിഷ്കരിക്കണം. ആനയ്ക്ക് വോട്ടില്ലെന്ന സങ്കടം കൊല്ലപ്പെട്ട അജിയുടെ അടുത്ത ബന്ധുക്കളുടെ മാത്രമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരുടെ നിസ്സഹായതയുടെ നിലവിളിയാണ്. ആനപ്പേടിയിൽ ഉറങ്ങാത്ത നാട് സർക്കാരിന്റെ ഉറക്കം കെടുത്തണം.